അടുത്തിടെ വന്ന ഒരു കുട്ടിയുടെ വ്യാജ വീഡിയോ മില്യൺസ് തൊട്ട് ആൾക്കാർ കണ്ടു. അതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. അതിലൊരു കാര്യം കൂടി വന്നിരിക്കുന്നു. പുതിയ ഒരു അഡ്വക്കേറ്റ് ഫൗസി ഹബീബ്, ആ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി തേജോവധം ചെയ്ത് റീച്ച് നേടാനാണ് ശ്രമമെങ്കിൽ ആ ആൾക്കാർക്ക് വേണ്ടി ഞാൻ വാദിക്കും എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റാണ് ഫൗസി ഹബീബ്. അവര് നമ്മുടെ മെൻസ് അസോസിയേഷനുമായിട്ട് സംസാരിച്ചിരുന്നോ? ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? സംസാരിച്ചിട്ടില്ല. കാരണം അവരുടെ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു, ഞാൻ വായിച്ചായിരുന്നു. അപ്പോ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇരകൾ, യഥാർത്ഥ ഇരയാണല്ലോ ഇദ്ദേഹം, അപ്പൊ ഇദ്ദേഹത്തെ തേടിപ്പിടിച്ച്, ഇവരൊന്നും കേസുമായിട്ട് വരാറില്ല, അപ്പൊ ഇങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് പുള്ളിക്കാരി കേസ് ഫയൽ ചെയ്യിക്കും എന്നാണ് പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലാതെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെങ്കിൽ അതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലുള്ള കേസുകൾ പറ്റുമെങ്കിൽ അവരോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല്, ഇതാ ഇവർക്ക് ഈ പെൺകുട്ടിയുടെ പേരെന്താ ഞാൻ മറന്നു, അബ്സ റജിക്കെതിരെ പറ്റുമെങ്കിൽ ഞങ്ങൾ വക്കാലത്ത് സൈൻ ചെയ്തു തരാം, ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവാം. വിമല ബിനു, ഞങ്ങളുടെ കേസുകൾ ആദ്യം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറുമായിട്ടുള്ള അഡ്വക്കേറ്റ് ആളൂരായിരുന്നു. ആളൂർ മരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ ഒരു കോൾ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം കൈകാര്യം ചെയ്തുകൊള്ളുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചില കേസുകൾ കൊടുക്കുന്നത് വിമല ബിനുവിനാണ്. കാര്യം അവർ കുറച്ച് ആത്മാർത്ഥമായിട്ട് പുരുഷനെന്നോ സ്ത്രീ എന്നുള്ളോ വേർതിരിവില്ലാതെ അവർ കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ ഇന്ന് ഈ കേസ് വിളിച്ച് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ ഈ കേസ് കൊടുക്കുകയും അത് പൊതു താല്പര്യ ഹർജിയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടിക്കെതിരെ കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് പരാതിക്കാരനായിട്ടുള്ള, എന്താ പറയാ, പീഡനം അനുഭവിച്ച യഥാർത്ഥ ഇരയായിട്ടുള്ള അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ കൃത്യമായിട്ടും എങ്കിൽ ഞങ്ങൾ പൊളിച്ചിരിക്കും, ഒരു മാറ്റവുമില്ല. തീർച്ചയായിട്ടും ഈ പെൺകുട്ടി മറ്റുള്ള ഒരു വീഡിയോയിലും മാസ്ക് വെച്ച് നമ്മൾ കാണുന്നില്ല, ഒരു വീഡിയോയിലും കാണുന്നില്ല. ഇതില് മാസ്ക് വെച്ച്, കാര്യം ഇത് പ്ലാൻ ചെയ്ത് വന്നൊരു സാധനമാണ്. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ സിംഗിൾ സീറ്റ്, ഒരു ഒഴിഞ്ഞു കിടന്ന ഒരു സീറ്റിൽ ഇരുന്ന്, അതും ജനറൽ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത് ഇതുപോലുള്ള ഒരു ഇരയെ തേടി വന്ന്, കാരണം ഏജും കൂടി നോക്കുമല്ലോ. ഇപ്പോ യുവാക്കളല്ല ഇവരാരും തിരഞ്ഞെടുക്കുന്നത്, 40-നും 50-നും 60-ഉം വയസ്സായ ഇവരുടെയൊക്കെ അപ്പന്റെ അപ്പന്റെയും പ്രായമുള്ളവരെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ തിരഞ്ഞെടുത്താൽ റീച്ച് കിട്ടുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം, ഇവർ വൈറലാവുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി മാസ്കും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇത് ഒരു അവസരമായിട്ട് കണ്ടു, മാസ്ക് അങ്ങോട്ട് എടുത്തു വെച്ചു, മൊബൈൽ ഓൺ ചെയ്തു. ഇനി ഈ വ്യക്തിയെ തന്നെ എത്രയോ പ്രാവശ്യം ഈ പെൺകുട്ടി തട്ടിയിരിക്കാം, തട്ടിയും മുട്ടിയും ഇളക്കി നോക്കിയിരിക്കാം. പക്ഷെ ആ പാവം ഇതൊന്നും അറിയാതെ ഇളവിയില്ല എന്നുള്ളതാണ്. ഇളവിയിരുന്നു എങ്കിൽ കൃത്യമായിട്ടും ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, അത് ഒരല്പം കൂടി വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് പറ്റിയ ആൾക്കാർ വേറെ കിട്ടുമായിരുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. ഇതൊക്കെ അനുകരിച്ച് ഇനി അടുത്ത് ഈ പെൺകുട്ടികളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ സ്ഥിതി എന്താവും? സ്വാഭാവികമായിട്ട് പുരുഷന്മാർ കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് താൻ. കാര്യം വിവാഹം കഴിക്കാൻ പെണ്ണില്ല, പെണ്ണ് കിട്ടുന്നില്ല. ഇനി കല്യാണം കഴിഞ്ഞവരോ ബഹുഭൂരിപക്ഷം പേരും ഡിവോഴ്സുമായിട്ട് കോടതിയിലാണ്. അതിന്റെ ചെറിയൊരു ഭാഗം ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ശാരീരിക ലൈംഗികമായിട്ടുള്ള ഒരു കാര്യവും നടക്കുന്നില്ല, സ്വന്തം ഭാര്യ പോലും അടുപ്പിക്കുന്നില്ല. ഈ അവസ്ഥകളിലാണ്, കാര്യം ഭൂരിഭാഗം ഭാര്യമാർക്കും കാമുകന്മാർക്കുമായിട്ടാണ് ബന്ധം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട്, ലൈംഗിക ദാരിദ്ര്യം ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്നത് കൊണ്ട്, നിന്നെ പോലുള്ള പെൺകുട്ടികൾ കയറിയിരുന്നു ഒന്നോ രണ്ടോ തട്ടുമ്പോ തൽപര കക്ഷിയാണ് എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു മുട്ടുന്നതാണ് സ്വാഭാവികം. പക്ഷെ ഇവിടെ ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ പെൺകുട്ടി അബ്സ ഇയാളെ തട്ടിയും മുട്ടിയും പല പ്രാവശ്യം ശ്രമിച്ചിരിക്കാം. പക്ഷെ ഈ പാവപ്പെട്ട മനുഷ്യന് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അയാൾ അതുകൊണ്ട് ഒന്നും പ്രതികരിച്ചിട്ടുമില്ല. കാര്യം മോളെപ്പോലൊരു കൊച്ചിരുന്ന് കളിയടിക്കുന്നു എന്നുള്ള ആ ഒരു ലാഘവത്തോടെ അദ്ദേഹം എടുത്തു, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നിനക്കൊന്നും കിട്ടിയുമില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാസ്ക് മറയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിവിടെ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും എന്റെ അനുജത്തിയായിട്ടോ എന്റെ പെങ്ങളായിട്ടോ ഒന്നും എനിക്ക് ഈ പെൺകുട്ടിയെ കാണാൻ പറ്റില്ല. എന്റെ ഫാമിലിയിലൊന്നും ഇങ്ങനെ ഒരാളില്ല. കാരണം ചിന്തിക്കാൻ പറ്റില്ല. എന്റെ ഫാമിലിയിലുള്ള പെൺകുട്ടികളെല്ലാം നല്ലവരാ.
അതൊന്നും ഒരു പ്രശ്നത്തിനോ അങ്ങനെ ഒന്നിനും അങ്ങോട്ട് കയറി പോകാത്ത വല്ല ഒരു അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടികളാണ്. അപ്പൊ അതില് ഒരിക്കലും ഈ പെൺകുട്ടി എന്റെ പെങ്ങളായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് പൊതുവിലുള്ള ഒരു ഇപ്പോ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരു പരിചയക്കാരിയായിട്ട് പറയാം. ഈ കൈ പിന്നെ ആദ്യം ഈ പറഞ്ഞല്ലോ, കൈ ഉയർത്തി വെക്കുക. നമുക്ക് പോലും അവിടെ സീറ്റിൽ നേരെ ഇരുന്നിട്ട് പിടിക്കാൻ പറ്റില്ല മേളിലോട്ട് ഇത്രയും. പക്ഷെ പെൺകുട്ടി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബാക്കിലോട്ടൊന്ന് വലിഞ്ഞ് ഒരു ഉയർന്നിരുന്ന് ആണ് ആ കൈ ഒരു എത്തി വലിഞ്ഞൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ എന്താ പറയാ കള്ളക്കണ്ണിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഒരു കള്ളലക്ഷണമാണല്ലോ. ആ കള്ളക്കണ്ണിട്ട് നോക്കുന്നുണ്ട് എന്താണ് വല്ലതും നടക്കുന്നുണ്ടോ, വല്ലതും പിടിക്കോ, ഇപ്പൊ തന്നെ എന്തെങ്കിലും പിടിക്കോ, ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരുപാട് ആഗ്രഹിച്ച് ബുദ്ധിമുട്ടിയാണ് പുള്ളിക്കാരിയെ കൈയൊക്കെ ഉയർത്തി വെച്ച് കാര്യങ്ങൾ സാധിച്ചത്. എന്തായാലും ഇത് എനിക്ക് ഉപദേശിക്കാനെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ. കാര്യം ഇത്രയും ജനം നിനക്കെതിരെയാണല്ലോ. അപ്പൊ പിന്നെ ഇത്രയും പേര് പറയുമ്പോൾ അതിൽ ശരിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ആസ്വദിക്കാതെ, അതായത് ഇപ്പോ 7 മില്യൺ ഇത്രയും ജനങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ 80 ലക്ഷത്തോളം പേര് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ 70 കഴിഞ്ഞു, 80 എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പൊ 80 മില്യൺ ജനം കണ്ടു, ഞാൻ വൈറലായി എന്ന് പറഞ്ഞ് ഇപ്പൊ സന്തോഷിക്കുന്ന നിന്നെക്കാളും ഇത് അടിച്ചുപൊളി ടീമാണ് നമ്മുടെ നന്ദിത മസ്താനി മുൻപ് ഒരു 2023 ചെയ്തത്. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പുള്ളിക്കാരി തന്നെ എന്റെ കൂടെ ചാനലിലിരുന്ന് 24 പറഞ്ഞതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാനസികമായിട്ട് ഒരുപാട് തകർന്നു നിൽക്കുകയാണ് പുള്ളിക്കാരി. അന്ന് ഒരുപാട് സന്തോഷിച്ച ആളാണ്. അപ്പോ നിന്റെ ഈ സന്തോഷം അധികമൊന്നും നിൽക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ നിർത്തി ഈ വീഡിയോ ഇടുന്നത് അടിവാങ്ങിക്കാൻ എന്നുള്ളതാണ്. ഞങ്ങൾക്കൊക്കെ ഇവിടെ എന്റെ ഈ സംഘടനയുടെ അക്കൗണ്ട് പോലും അതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ നമുക്ക് കാശുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഇതൊക്കെ ഒരു വരുമാന മാർഗമായിട്ട് കാണുകയല്ല. ഇതിന് കുറച്ച് നന്മ ഉണ്ടാവണം. വരുമാന മാർഗം ഉണ്ടാക്കിക്കോ, പക്ഷെ നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിലൊരു നന്മ ഉണ്ടാവണം, അതിലൊരു ശരി ഉണ്ടാവണം. ദൈവികമായിട്ട്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ഒരു ക്രിസ്ത്യാനിയാണെന്നാണ് തോന്നുന്നത്. ബൈബിള് കയ്യിൽ പിടിച്ച് ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. അതിലാണ് 10 മില്യൺ എന്നൊക്കെ പറഞ്ഞ് 10K എന്ന് പറഞ്ഞിട്ട് ആസ്വദിച്ച് ഒരു വീഡിയോ ചെയ്തിരിക്കണം. ഈ ബൈബിള് കയ്യിൽ വെച്ചിട്ട് നീ ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ഞായറാഴ്ച ഇന്ന് സൺഡേ ആണ്. ഈ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്ന ഒരു വ്യക്തി, ദൈവവിശ്വാസമുണ്ട് എന്ന് നാട്ടുകാരെ കാണിപ്പിക്കുന്ന ഒരു വ്യക്തി, അതിലൊരു അംശമെങ്കിലും ദൈവവിശ്വാസം ഉണ്ടാവണം. അത് ഏതൊരു മതമായാലും ശരി, പ്രത്യേകിച്ച് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അവർ ദൈവികമായിട്ട് അടുപ്പം കാണിക്കുന്നവരാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, ഇങ്ങനെയുള്ളവരുണ്ട്. അമ്പലത്തിൽ പോകുന്ന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോകാറില്ല, അവർക്ക് ചില ദിവസങ്ങളിൽ മാത്രമാണ് പോകുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ദൈവവിശ്വാസമുള്ള നിങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ട് ചെയ്യുന്ന ജോലിയോട്, ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു നന്മ കാണിക്കുക. ഈ സമൂഹത്തിന് ദോഷമായിട്ടുള്ള ചെയ്യാതെ നന്മകൾ ചെയ്യുക. ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് നന്മ ചെയ്തിട്ട് പോലും ചീത്തപ്പേര് കേൾക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായല്ലേ? ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ പോലും നമ്മൾ അത് കാര്യമായിട്ട് എടുക്കാതെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു നിമിഷം ചിന്തിക്കുക. ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് മാന്യമായിട്ട് ജീവിക്കാൻ നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് സമൂഹത്തിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കണം. അത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം. അതാണ് ചെയ്യേണ്ടത്.